show, infinite spark. Welcome to Midnight's ഭൂലോക കോഴി, ആസ്ഥാന കോഴി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറഞ്ഞു പോകും. രാഹുൽ മാങ്കൂട്ടം തീർന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് ഇനി എന്തായാലും ഒരു രാഷ്ട്രീയ ഭാവിയില്ല എന്നുള്ളത് നമുക്ക് 100% ഉറപ്പിച്ച് അടിവര ഇട്ട് കൊടുക്കാവുന്നതാണ്. കാരണം ആ ഒരു വ്യക്തിയുടെ എല്ലാ കൊള്ളരുതായ്മയും പുറം ലോകം ഇന്ന് അറിഞ്ഞു കഴിഞ്ഞു. ജാമ്യാപേക്ഷ തള്ളിക്കളഞ്ഞു, പാർട്ടിയിൽ നിന്ന് പുറത്തായി. അങ്ങനെ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രവർത്തകന് ഒരു പരിസമാപ്തിയായി എന്ന് തന്നെ പറയാം നമുക്ക്. കാരണം ഇദ്ദേഹം ഒരു കോഴി എന്നും നമുക്ക് പറയാൻ പറ്റില്ല. സ്ത്രീകളെ ഇത്രയധികം ഉപയോഗപ്പെടുത്തുന്ന മറ്റൊരാളും കാണില്ല. വേടനും ഇതേപോലെ തന്നെയായിരുന്നു. ആളുകളുടെ മുമ്പില് ഒരുപാട് സ്നേഹം പിടിച്ചു പറ്റി ആളുകളുടെ സമൂഹത്തിലെ ഒരു വ്യക്തിയായിട്ട് അവരോട് കൂടെ ചേർന്നിട്ട് ഓരോരോ കാര്യങ്ങൾ അവർക്ക് വേണ്ടി മുന്നിട്ട് നിന്ന് ചെയ്യുന്നത് പോലെയുള്ള ഒരു ഫീലാണ് വേടൻ നമുക്ക് മുമ്പിൽ കൊണ്ടുവന്നിരുന്നതും അതിലൂടെയാണ് ജനപ്രീതി നേടിയിരുന്നതും. അതുപോലെ തന്നെയാണ് ഈ ഒരു രാഹുൽ മാങ്കൂട്ടവും. രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങി വളരെയധികം വേഗതയിലായിരുന്നു ഈ ഒരു രാഹുൽ മാങ്കൂട്ടത്തിന്റെ വളർച്ച. അതും സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവരും ഒരുപോലെ നെഞ്ചിലേറ്റിയിരുന്ന ഒരു പാർട്ടി പ്രവർത്തകനായിരുന്നു. നല്ല ഊർജ്ജസ്വലമായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ. പക്ഷേ തന്റെ ശാരീരികമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഒരു തടയമില്ലാത്ത, മനസ്സിന് അത്രയും ലൈംഗിക ദാരിദ്ര്യം ഫീൽ ചെയ്യുന്ന ഒരാളാണ് എന്നുള്ളത് പാവം നമ്മുടെ സമൂഹം അറിഞ്ഞിരുന്നില്ല. ഇന്നാണ് ആ ഒരു സംഭവം സമൂഹം അറിഞ്ഞു വന്നതും അതിന്റെ പേരിലാണ് ഇപ്പം ജാമ്യാപേക്ഷ തള്ളിപ്പോയതും. എന്നാലും ഇദ്ദേഹത്തിന്റെ മെയിൻ സംഭവം എന്ന് പറഞ്ഞാല് ആളുകളെ, അതായത് സ്ത്രീകളെ ഗർഭിണിയാക്കുക. അതാണ്. ഗർഭിണിയാക്കി കഴിഞ്ഞിട്ട് ഒരു സൈക്കോ പോലെ അവ എന്താ പറയാ, കുട്ടി ഗർഭിണിയായി കഴിയുമ്പം ആ കുട്ടിയെ അബോർഷൻ ചെയ്യുക, അതിലൊരു ആനന്ദം കണ്ടെത്തുന്ന ഒരു തരം സൈക്കോപാത്ത് എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു ആളാണ്. സൊസൈറ്റിയുടെ മുമ്പില്, സമൂഹത്തിന് മുമ്പിൽ നല്ല മാന്യമായിട്ട് ജനങ്ങൾക്ക് വേണ്ടി ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്ന രീതിയിലാണ് രാഹുൽ മാങ്കൂട്ടം എല്ലാവരുടെ മുമ്പിലും, അതായത് നല്ല രീതിയിൽ പേരെടുത്ത് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആളുടെ ഉള്ളില് ഇത്രയും കാമവെറിയുള്ള ഒരു മനുഷ്യൻ ഒളിഞ്ഞിരിപ്പുണ്ട്, മനുഷ്യനല്ല മൃഗം ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളത് വളരെ വൈകിയാണ് ഇപ്പം പുറം ലോകം അറിയുന്നത്. നിങ്ങൾ ഈ ഒരു ചാറ്റ് ഒന്ന് കണ്ടു നോക്കൂ. ഒരു പെൺകുട്ടിയുമായിട്ട് അല്ലെങ്കിൽ ഒരു സ്ത്രീയുമായിട്ട് ചാറ്റ് ചെയ്യുന്നതാണ്. നമ്മുടെ കുട്ടി നമുക്ക് വേണം എന്നാണ് ഈ ഒരു ചാറ്റിൽ പറയുന്നത്. നിങ്ങളൊന്ന് നോക്കി നോക്കൂ. അതായത് ഒരു സ്ത്രീയോട് താല്പര്യം തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീയോടുള്ള താല്പര്യം അവിടെ അങ്ങ് ഉപേക്ഷിച്ച് പോവുകയല്ല ചെയ്യുന്നത്. ഒരു സൈക്കോയെ പോലെ ആ ഒരു സ്ത്രീയിൽ കുട്ടി ഉണ്ടാക്കുക, ആ ഒരു സ്ത്രീയെ ഗർഭിണിയാക്കുക. ഗർഭിണിയാക്കി കഴിഞ്ഞ് 1 മാസം 1.5 മാസം ഒക്കെ കഴിയുമ്പം ഈ ഒരു സംഭവം ഇനി ഒളിച്ചു വെക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥ വരുമ്പം തന്റെ രാഷ്ട്രീയ ഭാവിയെയും ജീവിതത്തെയും ബാധിക്കും എന്നുള്ള ആ ഒരു ഭയം ഉള്ളിൽ വരുമ്പോ എന്ത് ചെയ്യാം? അവരെ അബോർഷന് വേണ്ടിയിട്ട് നിർബന്ധിക്കുക. എങ്ങനെയുണ്ട്? ഒരു സൈക്കോപാത്ത് തന്നെയല്ലേ? സത്യമായിട്ട് അങ്ങനെ തന്നെയാണ്. ഇതിലൊരു പെൺകുട്ടിയുടെ വോയിസ് നമുക്ക് കേൾക്കാൻ പറ്റും. അതായത് ആദ്യം പുറത്തു വന്നിട്ടുണ്ടായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആദ്യം പുറത്തു വന്നിട്ടുണ്ടായിരുന്ന ഒരു വോയിസ്, താനിങ്ങനെ ഗർഭിണിയായി ഭയങ്കര വയ്യാതെ ഇരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പം, അങ്ങനെ നീ ഇങ്ങനെ അഭിനയിക്കല്ലേ എന്ന് ഒന്ന് നോക്കണേ. അതായത് അപ്പോഴത്തെ തന്റെ ശാരീരികമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങളും നിറവേറ്റാൻ ആ ഒരു പെൺകുട്ടി വേണ്ടി വന്നു. പക്ഷെ ആ ഒരു പെൺകുട്ടി ഗർഭിണിയായി അതിന് അവസ്ഥകൾ മാറിക്കൊണ്ടിരുന്നപ്പം അവളെ തള്ളി പറയുന്നു. ശരിക്കൊരു സൈക്കോയുടെ സ്വഭാവം തന്നെയല്ലേ? ആളുകൾ ഇത് അറിയാതെ പോയി. എന്നാലും ഇപ്പോഴെങ്കിലും പറഞ്ഞത് നന്നായി. കാരണം സമൂഹം, ആളുകൾ ഇപ്പോഴെങ്കിലും ഈ ഒരു രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിയുടെ സ്വഭാവം അറിഞ്ഞത് നന്നായി. കാരണം എനിക്ക് മനസ്സിലാവാത്തത്, ഇദ്ദേഹം എങ്ങനെ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായി, ഒരു പൊതുപ്രവർത്തകനായി, ഈ ഒരു എന്താ പറയാ, ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത ഒരാള് എങ്ങനെ രാഷ്ട്രീയ പ്രവർത്തകനായി? ഇത്രയും മനസ്സിൽ ഇത്രയും ലൈംഗിക ദാരിദ്ര്യം കൊണ്ട് നടക്കുന്ന ഈ ആള് എങ്ങനെ ഒരു സാമൂഹ്യ പ്രവർത്തകനായി? ഇയാളുടെ മുമ്പിൽ പരാതിയുമായിട്ട് അല്ലെങ്കിൽ ഒരു കാര്യം നടത്തി തരാൻ വരുന്ന ഓരോ സ്ത്രീയെയും ഇയാൾ കാണുന്നത് ഇതേ കണ്ണിലൂടെ ആയിരിക്കും. കാമം നിറഞ്ഞ കണ്ണിലൂടെ മാത്രമേ ഇയാൾക്ക് കാണാൻ പറ്റുള്ളൂ. കാരണം കോഴി എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കോഴി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലേർട്ട് ചെയ്ത് നടക്കുക, അത്ര മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതങ്ങനല്ല. ആ ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ ആ ഒരു സ്ത്രീയെ ശാരീരികമായിട്ട് യൂസ് ചെയ്തിട്ട് ആ ഒരു സ്ത്രീയെ ഗർഭിണിയാക്കി അതിനെ എന്താ പറയാ, ഗർഭം അലസിപ്പിക്കുക, അബോർഷൻ ചെയ്യിപ്പിക്കുക. ഇതൊക്കെയാണ് ഈ ഒരു രാഹുൽ മാങ്കൂട്ടത്തിന്റെ
വളരെ അധികം ഇഷ്ടപ്പെടുന്ന വിനോദങ്ങളിലൊന്ന് എന്ന് തന്നെ വേണം പറയാനായിട്ട്. കാരണം അതുപോലെയാണ്, ഒന്നും രണ്ടും ഒന്നും അല്ല ഇരകള്, ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേരോട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തത് കോടതിക്ക് ബോധ്യമായത് കൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ തള്ളിക്കളഞ്ഞത്. കൂടാതെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് ഇനി ഒരു രാഷ്ട്രീയ ഭാവി ഇല്ല. ഇവിടെ അഖിൽ മാലാര പറയുന്നുണ്ട്, അതായത് കൂടെ ഒരു സ്റ്റേജിൽ എന്താ പറയാ ഒപ്പം ഉണ്ടായിരുന്ന ഒരു യുവതിയോട് അങ്ങോട്ട് ഇദ്ദേഹത്തിന്റെ ഒരു വേ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കണ്ടുമുട്ടുന്ന ഒരു സ്ത്രീയുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കുക, അതായത് ഒരു ഫ്രണ്ട്ഷിപ്പ് സ്ഥാപിക്കുക, എന്നിട്ട് ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ മെസ്സേജ് അയക്കുക. എന്നിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ആയി വരുമ്പോ എന്ത് ചെയ്യും, നേരെ ടെലഗ്രാമിലേക്ക് അവരെ കൊണ്ടുപോകും. കാരണം ടെലഗ്രാമിൽ നമുക്ക് സീക്രട്ടായിട്ട് ചാറ്റ് ചെയ്യാൻ പറ്റും, സീക്രട്ടായിട്ട് ചാറ്റ് ചെയ്യാം. ആ ഒരു ചാറ്റ് ഡിലീറ്റ് ചെയ്ത് കളയാം, മറ്റുള്ള ആളുടെ ചാറ്റും നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം, എല്ലാം സേഫ് ആണ്. അതുകൊണ്ട് തന്നെ ടെലഗ്രാമിൽ അപ്പം ഇയാള് എല്ലാം പ്ലാൻ ചെയ്തിട്ടാണ്, അതായത് ബന്ധം സ്ഥാപിക്കുന്നതും ഈ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് വേണമെന്ന് പറയണതും പ്രഗ്നന്റ് ആക്കുന്നതും അബോർഷൻ ചെയ്യിപ്പിക്കുന്നതും ഒക്കെ ഇയാളുടെ പ്ലാനാണ്. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിയുടെ പ്ലാനിങ് ആണ് ഇതെല്ലാം. അല്ലാതെ ഒരു സ്ത്രീയോട് ഓക്കെ ഭാര്യയോ കുട്ടിയോ ഒക്കെ ഉണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല, പക്ഷെ വേറെ ഒരു സ്ത്രീയോട് നമുക്ക് വീണ്ടും ഒരു എന്താ പറയാ ഒരു ആണിന് വീണ്ടും ഒരു താല്പര്യം തോന്നുകയാണെങ്കിൽ ഓക്കെ, തന്റെ ഭാര്യയ്ക്ക് ആ ഒരു കഴിവ് ഇല്ല, അല്ലെങ്കിൽ ഭാര്യ ഞാൻ ഉദ്ദേശിച്ചത്രയും വന്നില്ല, അതുകൊണ്ട് വേറൊരു സ്ത്രീയോട് താല്പര്യം തോന്നി. പക്ഷെ ഇത് അങ്ങനെയല്ല വരുന്നത്. ഓരോരോ സ്ത്രീകളോടും ഒന്ന് കഴിയുമ്പം ഒന്ന് പുറകെ വരികയാണ്, ചങ്ങല പോലെ വരികയാണ്. ഓരോരോ പെണ്ണുങ്ങളോടും ഇതാണ് ചെയ്യണത്, സ്ത്രീകളോടും ഇതാണ് ചെയ്യണത്. ഗർഭിണിയാക്കുക, ബന്ധം സ്ഥാപിക്കുക, ഗർഭിണിയാക്കുക, എന്താ ചെയ്യാ, ഗർഭം അലസിപ്പിക്കുക, അബോർഷൻ ചെയ്യുക, ഇത് തന്നെയാണ് ചെയ്യണത്. കഷ്ടം. എങ്ങനെ നിങ്ങൾ ഒരു സാമൂഹിക പ്രവർത്തകനായി, ഒരു പാർട്ടി പ്രവർത്തകനായി എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവണില്ല. എങ്ങനെ ഇങ്ങനെ ജനപ്രീതി നേടാൻ കഴിഞ്ഞു? ഇത്രയും മൃഗമായിട്ടുള്ള ഒരു മനസ്സ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിട്ടും നിങ്ങൾക്ക് എങ്ങനെ ജനപ്രീതി നേടാൻ കഴിഞ്ഞു? എനിക്ക് മനസ്സിലാവണില്ല. അത്യാവശ്യം നല്ല രീതിയിൽ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഇവരാൾ ചെയ്യാൻ കഴിയുമെന്ന് സമൂഹം ഉറച്ചു വിശ്വസിക്കുന്ന ആളുകളിൽ നിന്നാണ് ഇപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് കേട്ടുകൊണ്ട് വരുന്നത്. വേടന് സംഭവിച്ചതും ഇത് തന്നെയായിരുന്നു. വേടന്റെ ആ ഒരു ഹൈപ്പും കാര്യങ്ങളൊക്കെ തീർന്നു. കാരണം ഒരുപാട് പേരെ നെഞ്ചിലേറ്റിയ വേടന് ഇപ്പം അത്രയും സ്വീകാര്യത ഒരിക്കലും കിട്ടുന്നില്ല. ഇനി അത് കിട്ടാൻ പോണുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ആളുകളുടെ മനസ്സിൽ അങ്ങനെയാണ്, അവർക്ക് സ്നേഹം കൊടുക്കാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് സ്നേഹിക്കും അവര്. പക്ഷെ അവരെ വെറുക്കാൻ തുടങ്ങിയാലോ, അവരുടെ മനസ്സിലൊരു കരട് വീഴാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഒരു സ്നേഹം പഴയതുപോലെ എത്ര കൂട്ടിച്ചേർത്താലും കിട്ടില്ല. അതുപോലെ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ ഭാവി ഇവിടെ തീർന്നു എന്ന് തന്നെ നമുക്ക് പറയാവുന്നതാണ്. കാരണം ഇത്രയും ആഭാസകരമായിട്ട് അല്ലെങ്കിൽ ലൈംഗിക ദാരിദ്ര്യം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയെ ഒരിക്കലും ഒരു സാമൂഹിക പ്രവർത്തകനായിട്ട് ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇയാൾ മുന്നിട്ടിറങ്ങുമ്പോൾ ഒരുപാട് സ്ത്രീകളെ ഇയാൾ ഡെയിലി കാണേണ്ടി വരും, അവരുമായിട്ട് സംസാരിക്കേണ്ടി വരും, ഓരോരോ പ്രവർത്തികൾ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. പക്ഷെ ഇത്രയും മാനസിക വൈകല്യമുള്ള ഒരാളുടെ കൂടെ ഒരു സ്ത്രീ എങ്ങനെയാണ് ജോലി ചെയ്യുക? ഒരിക്കലും കഴിയില്ല. ആ ഒരു സ്ത്രീക്ക് ഒരു സേഫ്റ്റിയും ഇല്ല. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഈ പൊതുസേവനത്തിന് ഒരിക്കലും ആപ്റ്റ് ആയിട്ടുള്ള ഒരാളല്ല. എന്തായാലും ഈ കോടതിക്ക് സത്യം ബോധ്യമായതുകൊണ്ട് ഇനിയിപ്പം ഓരോരോ കാര്യങ്ങള് ഇത് സത്യമല്ല, എന്താ പറയാ പരസ്പര സമ്മതത്തോട് കൂടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞാലും എന്താ പറയാ ഇതൊരു സൈക്കോ റൊട്ടീനാണ്. അതായത് സൈക്കോ ആയിട്ടുള്ള ആളുകള് അവരിങ്ങനെയായിരിക്കും ഒരേ കാര്യം റിപ്പീറ്റ് ചെയ്താവും ഓരോരുത്തരിലും ചെയ്യാം. അതുപോലെയാണ് ഈ ഒരു രാഹുൽ മാങ്കൂട്ടം ചെയ്തിട്ടുള്ളത്. എത്രയൊക്കെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. നീ തീർന്നു, രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിയോട് തീർന്നു എന്നാണ് എന്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താന്ന് വെച്ചാൽ ഒന്ന് കമന്റായിട്ട് രേഖപ്പെടുത്തിക്കോളൂ. എന്റെ ചാനലിലെ വീഡിയോസ് ഒക്കെ ആദ്യമായിട്ട് കാണുന്നവർക്കാണെങ്കിൽ ചാനൽ ഒന്ന് കയറി നോക്കിയിട്ട് വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.